ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് വില്യം കോപ്പർ എഴുതിയ ദ പോപ്പുലർ ഫീൽഡ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. ദ പോപ്പുലർ ഫീൽഡ് എന്ന കവിത വില്യം കോപ്പർ 1785 പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ദ പോപ്പുലർ ആർ ഫെൽഡ് to the shade and the whispering sound of the cool colonnade. അപ്പം ദ പോപ്പുലേഴ്സ് ആർ ഫെൽഡ്. അപ്പോൾ പോപ്പുലറുകൾ വെട്ടിമാറ്റപ്പെട്ടു. ഫെൽഡ് എന്ന് വെച്ചാൽ കട്ട് ഡൗൺ, വെട്ടിമാറ്റപ്പെട്ടു. അപ്പോൾ ഇത് പോപ്പുലർ തോട്ടത്തിൻ്റെ നാശത്തെ സൂചിപ്പിക്കുന്നു. അതായത് പ്രിയപ്പെട്ടതും മനോഹരമായ ഒന്നിൻ്റെ നഷ്ടത്തെ കവി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഫെയർവെൽ ടു ദ ഷെയ്ഡ് എന്നാണ് പറയുന്നത്. അത് നിഴലിന് വിട എന്നാണ് കവി പറയുന്നത്. അതായത് ഒരിക്കൽ മരങ്ങൾ നൽകിയ തണൽ ആശ്വാസത്തിൻ്റെയും തണുപ്പിൻ്റെയും ഉറവിടമായിരുന്നു. ഇപ്പോൾ അത് ഇല്ലാതായി. അതുകൊണ്ടാണ് കവി ഇവിടെ ഫെയർവെൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഫെയർവെൽ ടു ദ ഷെയ്ഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ദ വിസ്പറിങ് സൗണ്ട് ഓഫ് ദ കൂൾ കൊളനേഡ്. അപ്പം കാറ്റിൽ ഇലകളുടെ മൃദുലമായ മർമ്മരം, അത് ഒരു മനോഹരമായ ശബ്ദമായിരുന്നു. ഇപ്പോൾ ആ ഇടം നിശബ്ദതയിൽ ആണ്ടു. ആൻഡ് ദ വിസ്പറിങ് സൗണ്ട് ഓഫ് ദ കൂൾ കൊളനേഡ്. ഈ കൂൾ കൊളനേഡ് എന്ന് പറയുന്നത് ആ വാചകം ഒരു കാലത്ത് വയലിൽ നിരനിരയായി തണൽ നൽകിയിരുന്ന പോപ്പുലർ മരങ്ങളുടെ നിരയെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പായിട്ടൊരു ഇമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പിൽ. ആ ഒരു സെൻസ് ഓഫ് ഓർഡറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് മരങ്ങളുടെ ഘടനാപരവും ഗംഭീരവുമായ ആ നേച്ചർ, ആ സ്വഭാവത്തെ ഊന്നിപ്പറയാൻ കവി ഇവിടെ കൊളോണേഡ് എന്ന ആ ഒരു ആർക്കിടെക്ചറൽ ടേം, ഒരു വാസ്തുവിദ്യാ പദം ഉപയോഗിക്കുന്നു. അതുപോലെ കൂൾ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കൂൾ എന്നത് ആ മരങ്ങൾ നൽകുന്ന തണലിനെയും ഉന്മേഷദായകമായ ആ അന്തരീക്ഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ദ വിൻഡ്സ് പ്ലേ നോ ലോങ്ങർ ആൻഡ് സിങ്സ് ഇൻ ദ ലീവ്സ്. അതായത് കാറ്റുകൾ ഇനി ഇലകളിൽ കളിക്കുന്നില്ല, പാടുന്നില്ല എന്നാണ് കവി പറയുന്നത്. അതായത് മരങ്ങളുമായി ബന്ധപ്പെട്ട ആ പ്രകൃതിദത്ത ശബ്ദങ്ങളുടെയും ചലനത്തിൻ്റെയും നഷ്ടത്തെയാണ് ഈ വാചകം ഊന്നിപ്പറയുന്നത്. അതായത് ആ പോപ്പുലർ മരങ്ങളെല്ലാം വെട്ടിമാറ്റപ്പെട്ടതിനാൽ എന്താ സംഭവിച്ചത്? അവിടെ കാറ്റ് വീശിയപ്പോൾ ആ സ്വരം, ആ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല, ഇലകളുടെ ശബ്ദം കേൾക്കുന്നില്ല. ഓക്കെ. nor owes on his bosom their image receives. അപ്പം ഇവിടെ ഈ ഓസ് എന്ന് പറയുന്നത് ലോക്കൽ റിവറാണ്. അപ്പം നദി അതിൻ്റെ ഉപരിതലത്തിൽ പോപ്പുലർ മരങ്ങളുടെ ചിത്രം ഇനി പ്രതിഫലിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ഹിസ് ബോസം എന്ന് ഉദ്ദേശിക്കുന്നത് നദിയുടെ ഉപരിതലത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ ദെയർ ഇമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നദിയുടെ ഉപരിതലത്തിലെ ആ പോപ്പുലർ മരങ്ങളുടെ ആ മരങ്ങളെയാണ്. ഓക്കെ, ആ മരങ്ങളുടെ പ്രതിഫലനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം മരങ്ങളുടെ പ്രതിഫലനങ്ങൾ ഒരു കാലത്ത് ഭൂപ്രകൃതിയിൽ സൗന്ദര്യത്തിൻ്റെ ഉറവിടമായിരുന്നു. ഇപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ഇപ്പോൾ മരം മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പം മരങ്ങളുടെ അഭാവത്തെയും അവയുടെ മുൻ സൗന്ദര്യത്തിൻ്റെയും ശാന്തതയുടെയും നഷ്ടത്തെയും ഇവിടെ സൂചിപ്പിക്കുന്നു. അതുപോലെ കവി തൻ്റെ അഗാധമായ ദുഃഖം ഈ വരികൾ അറിയിക്കുകയാണ്. ഓസ് നദി മുറിച്ച മരങ്ങളുടെ ഇമേജ് ഇനി പ്രതിഫലിപ്പിക്കുന്നില്ല എന്നും സൂചിപ്പിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത സ്റ്റാൻസിലോട്ട് പോകാം. 12 years have elapsed എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോവുക, ഇല്ലെങ്കിൽ കാലം കടന്നുപോയി. സിൻസ് ഐ ഫസ്റ്റ് ടുക്ക് എ വ്യൂ ഓഫ് മൈ ഫേവറേറ്റ് ഫീൽഡ് ആൻഡ് ദ ബാങ്ക് വേർ ദേ ഗ്രൂ. അപ്പോൾ ആ തീരം, ആ തീരം എന്നത് ഒരു കാലത്ത് പോപ്പുലർ മരങ്ങൾ നിലനിന്നിരുന്ന നദീതീരത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എത്ര വർഷങ്ങളെന്നാണ് കവി പറയുന്നത്? 12 വർഷങ്ങൾ എന്നത് കവി അവസാനമായി പോപ്പുലർ ഫീൽഡ് അല്ലെങ്കിൽ ആ പോപ്പുലർ വയലിൽ അതിൻ്റെ ഊർജ്ജസ്വലവും സ്വാഭാവികവുമായ അവസ്ഥയിൽ അനുഭവിച്ചതിന് ശേഷമുള്ള നീണ്ട കാലയളവിനെ സൂചിപ്പിക്കുന്നു. ആൻഡ് നൗ ഇൻ ദ ഗ്രാസ് ബിഹോൾഡ് ദേ ആർ ലേഡ് ആൻഡ് ദ ട്രീ ഈസ് മൈ സീറ്റ് ദാറ്റ് വൺസ് ലെൻഡ് മീ എ ഷെയ്ഡ്. അപ്പം ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ പുല്ലിൽ ഇതാ അവ കിടക്കുന്നു എന്നാണ് പറയുന്നത്. ആരാണ് അവിടെ കിടക്കുന്നത്? ഈ വരി ഒരു യഥാർത്ഥ ദൃശ്യത്തെ വിവരിക്കുന്ന ഒരു ആക്ച്വൽ സീനിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അത് വെട്ടിമാറ്റപ്പെട്ട പോപ്പുലർ മരങ്ങൾ നിലത്ത് കിടക്കുന്നു. അപ്പോൾ കവിക്ക് തൻ്റെ ഓർമ്മയിലുള്ള ഊർജ്ജസ്വലവും തണലേകിയതുമായ തോട്ടത്തിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. അപ്പം വെട്ടിമാറ്റി നിലത്ത് കിടക്കുന്നതായി അദ്ദേഹം കണ്ടെത്തുന്നു മരങ്ങളെ. അപ്പോൾ കൂടാതെ ആ വെട്ടിമാറ്റിയ മരങ്ങളിൽ ഒന്ന് ഇരിപ്പിടമായി ഉപയോഗിക്കുന്നു. അതാണ് പറയുന്നത്, ആൻഡ് ദ ട്രീ ഈസ് മൈ സീറ്റ് ദാറ്റ് വൺസ് ലെൻഡ് മീ ഷെയ്ഡ്. എനിക്ക് ഇതിന് മുമ്പ് ഷെയ്ഡ് തന്നിരുന്ന മരം. ഓക്കെ, സൗന്ദര്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നശ്വരതയെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുന്നു ഈ വരികൾ. അപ്പോൾ എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? റിഫ്ലക്റ്റിംഗ് ഓൺ ദ
ഇംപെർമനൻസ് ഓഫ് ബ്യൂട്ടി ആൻഡ് പ്ലഷർ. അതുപോലെ ഈ വരികൾ എന്താണ് ഇവോക്ക് ചെയ്യുന്നത്? ഒരു സെൻസ് ഓഫ് ലോസ്, അതുപോലെ സെൻസ് ഓഫ് ലോസ് ആൻഡ് മോർട്ടാലിറ്റി ആണ്. അപ്പോൾ കവിതയുടെ കേന്ദ്ര പ്രമേയത്തെ എടുത്തു കാണിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ ചിത്രമാണ് ഈ വാക്യം. സൗന്ദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ക്ഷണികമായ സ്വഭാവം, അത് ഫ്ലിറ്റിംഗ് നേച്ചർ ഓഫ് ബ്യൂട്ടി, ജോയ് ആൻഡ് ലൈഫ്, അതാണ് ഇവിടെ കവി വിവരിക്കുന്നത്. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസിലോട്ട് പോകാം. The black bird has fled to another retreat where the hazels afford him a screen from the heat. അപ്പം ഒരു കാലത്ത് പോപ്പുലർ തോട്ടത്തെ മനോഹരമായ ശബ്ദങ്ങൾ കൊണ്ട് നിറച്ച ബ്ലാക്ക് ബേർഡിൻ്റെ പാട്ടിൻ്റെ നഷ്ടത്തിൽ കവി വിലപിക്കുകയാണ്. അതായത് എന്താ സംഭവിച്ചത്? അവിടെ ബ്ലാക്ക് ബേർഡ് മറ്റൊരു സ്ഥലത്തേക്ക് മാറി. അപ്പോൾ ഇത് പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനശ്വരതയെ സൂചിപ്പിക്കുന്നു. അപ്പം വേർ ദ ഹെസൽസ് എഫേർഡ് ഹിം എ സ്ക്രീൻ ഫ്രം ദ ഹീറ്റ് എന്ന വരി ഒരു കറുത്ത പക്ഷിയുടെ അഭയസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ വെട്ടിമാറ്റിയ പോപ്പുലർ തോട്ടത്തിൽ തണലും ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത ബ്ലാക്ക് ബേർഡ് സൂര്യനിൽ നിന്ന്, അതായത് നമുക്കറിയാം സൂര്യൻ്റെ ചൂടിൽ നിന്നും തണലിനായി തണൽ മരങ്ങൾ തേടി ഒരു ഷേഡ് നൽകുന്ന ഒരു പുതിയ സ്ഥലത്തേക്ക് താമസം മാറ്റി. And the scene where his melody charmed me before resounds with his sweet flowing ditty no more. അപ്പോൾ ഒരു കാലത്ത് ആ സ്ഥലത്തിൽ നിറഞ്ഞിരുന്ന ബ്ലാക്ക് ബേർഡിൻ്റെ ഗാനം, അല്ലെ ഗാനമായ ശബ്ദങ്ങൾ ഇപ്പോൾ ഇല്ലാതായി എന്നാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വീറ്റ് ഫ്ലോയിങ് ഡിറ്റി എന്നത് ബ്ലാക്ക് ബേർഡിൻ്റെ ഗാനമാണ്. അപ്പോൾ കവിയെ ആനന്ദിപ്പിച്ച മനോഹരവും ശ്രുതിമധുരവുമായ ശബ്ദമായിരുന്നു അത്. അപ്പോൾ കൂടാതെ ആ സ്ഥലം ഇനി ആ മനോഹരമായ ഈണങ്ങൾ പ്രതിധ്വനിക്കുന്നില്ല എന്നാണ് ഈ വാചകം ഊന്നി പറയുന്നത്. അപ്പോൾ റിസൗണ്ട്സ്, ഇത് പ്രതിധ്വനിയുടെയും ഊർജ്ജസ്വലതയുടെയും ഒരു അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ രംഗം ഒരിക്കൽ സജീവവും ശബ്ദത്താൽ നിറഞ്ഞതുമായിരുന്നുവെന്നും ഈ വരികൾ സൂചിപ്പിക്കുന്നു. അതാണ് പറയുന്നത്, ആൻഡ് ദ സീൻ വെർ ഹിസ് മെലഡി ചാംഡ് മീ ബിഫോർ റിസൗണ്ട്സ് വിത്ത് ഹിസ് സ്വീറ്റ് ഫ്ലോയിങ് ഡിറ്റി നോ മോർ. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസിലോട്ട് പോകാം. My fidgety years are all hasting away, and I must ere long lie as lowly as they. അപ്പം ഈ വരി സമയത്തിൻ്റെ നശ്വരതയും സ്വന്തം മരണത്തെയും കുറിച്ചുള്ള കവിയുടെ അവബോധത്തെ സൂചിപ്പിക്കുന്നു. ആക്ച്വലി തീംസ് ഇതിനകത്ത് ഓരോ സ്റ്റാൻസിലും ഓരോ തീമുകൾ വരുന്നുണ്ട്. ഞാൻ ഈ പോയം ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീംസ് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ വരി സിഗ്നിഫൈ ചെയ്യുന്നത് സ്പീക്കറിൻ്റെ അവെയർനെസ് ആണ്. എന്തുവാണ്? ഇംപെർമനൻസ് ഓഫ് ടൈം ആൻഡ് ഹിസ് ഓൺ മോർട്ടാലിറ്റി. അപ്പോൾ ഈ ഫ്യൂജിറ്റി ഇയേഴ്സ് എന്ന വാചകം യുവത്വത്തിൻ്റെയും വാർദ്ധക്യ പ്രക്രിയ പ്രോസസ്സിൻ്റെയും ക്ഷണികമായ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. അപ്പം ഫ്യൂജിറ്റി ഇയേഴ്സിനെ റെഫർ ചെയ്യുന്ന ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് യൂത്ത് ആൻഡ് ദ ഏജിങ് പ്രോസസ്സ് ആണ്. അതുപോലെ ഫ്യൂജിറ്റി ഇയേഴ്സ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിമൈനിങ് ഇയേഴ്സ്, ശേഷിക്കുന്ന വർഷങ്ങളാണ്, അവ വേഗത്തിൽ കടന്നു പോകുന്നു എന്നാണ് കവി പറയുന്നത്. അവ പോലെ താഴ്ന്ന നിലയിൽ കിടക്കും. അതായത് ഇവിടെ പറയുന്നുണ്ട് ആൻഡ് ഐ മസ്റ്റ് എർ ലോങ് ലൈ ആസ് ലോലി ആസ് ദേ, അതായത് ആ വെട്ടിമാറ്റപ്പെട്ട പോപ്പുലർ മരങ്ങൾ പോലെ. അപ്പം ഒരു കാലത്ത് ഊർജ്ജസ്വലവും സജീവവുമായ ഒരു വൈബ്രൻറ്റ്, ഒരു ആക്റ്റീവ് സമയമായിരുന്ന തൻ്റെ യൗവനം ഇപ്പോൾ എന്താണ് സംഭവം? തിടുക്കത്തിൽ കടന്നു പോകുന്നു. അപ്പോൾ ഈ വാചകം കാലത്തിൻ്റെ വേഗത്തിലുള്ള കടന്നു പോകലിനെ ഊന്നി പറയുന്നു. താനും വൃദ്ധനാകുന്നുവെന്നും ഒടുവിൽ മരിക്കുമ്പോൾ കവിയുടെ മരിക്കുമെന്നുമുള്ള ആ കവിയുടെ ആ സെൻസാണ് എടുത്തു കാണിക്കുന്നത്. അതുപോലെ മരങ്ങൾ ഇല്ലാതാകുന്നത് പോലെ താനും ഇല്ലാതാകുമെന്നും കവി ഇവിടെ സൂചിപ്പിക്കുന്നു. With a tuft on my breast and a stone at my head, ere another such grove shall arise in its stead. അപ്പം താമസിയാതെ ഞാൻ മരങ്ങളെപ്പോലെ ആകും, ഞാൻ മരിക്കുകയും എന്നെ മണ്ണിൽ കുഴിച്ചിടുകയും അതിൻ്റെ വിശ്രമ സ്ഥലം അടയാളപ്പെടുത്താൻ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? വിത്ത് എ പാച്ച് ഓഫ് ഗ്രാസ്, കുറച്ച് പുല്ലും ഒരു ശവകുടീരവും ഉണ്ടാകും, ഒരു ഗ്രേവ് സ്റ്റോൺ ടു മാർക്ക് മൈ റെസ്റ്റിംഗ് പ്ലേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വെട്ടിമാറ്റപ്പെട്ട, അതുപോലെ അടുത്ത ലൈനിൽ പറയുന്നുണ്ട്, വെട്ടിമാറ്റപ്പെട്ട ഒന്നിന് പകരം മറ്റൊരു കൂട്ടം പോപ്പുലറുകൾ വളരുന്നതിന് മുമ്പ് ഞാൻ മരിക്കും എന്നുമാണ് നമ്മുടെ കവി ഇവിടെ പറയുന്നത്. വിത്ത് എ ടഫ് ഓൺ മൈ ബ്രസ്റ്റ് ആൻഡ് എ സ്റ്റോൺ അറ്റ് മൈ ഹെഡ്, എർ അനദർ സച്ച് ഗ്രോവ് ഷാൾ എറൈസ് ഇൻ ഇറ്റ് സ്റ്റേഡ്. അടുത്ത സ്റ്റാൻസ് നമുക്ക് നോക്കാം. It's a sight to engage me, if anything can, to muse on the perishing pleasures of man. മനുഷ്യൻ്റെ പ്ലഷേഴ്സ് വളരെ എളുപ്പത്തിൽ നശിക്കുന്നതാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കവിയെ പ്രേരിപ്പിച്ചു.
അപ്പോൾ വെട്ടിമാറ്റപ്പെട്ട മരങ്ങളുടെ ഈ പടം കാണുമ്പോൾ ജീവിതത്തിലെ സന്തോഷങ്ങൾ എങ്ങനെ അവസാനിക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പം ജീവിതം അത്ഭുതകരമാണെങ്കിലും വണ്ടർഫുൾ ആണെങ്കിലും അതിൻ്റെ ആനന്ദങ്ങൾക്ക് മനുഷ്യരെക്കാൾ കുറഞ്ഞ ആയുസ് മാത്രമേ ഉള്ളൂ എന്നും കവിക്ക് മനസ്സിലാകുന്നുണ്ട്. അതാണ് പറയുന്നത്, ഷോർട്ട് ലിവ്ഡ് ആസ് വി അവർ എൻജോയ്മെൻറ്റ്സ് ഐ സീ ഹാവ് എ സ്റ്റിൽ ഷോർട്ടർ ഡേറ്റ് ആൻഡ് ഡൈ സൂണർ ദാൻ വി. അപ്പോൾ ഈ അവസ്ഥയിൽ വയലിനെ കണ്ടതിൻ്റെ ഞെട്ടൽ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ കവിയെ പ്രേരിപ്പിച്ചു. അതുപോലെ ആ അവസാന 2 വരികൾ പോപ്പുലർ വയലിനെ ഇന്നത്തെ അവസ്ഥയിൽ കാണുന്നതിലൂടെ താൻ പഠിച്ച കാര്യങ്ങൾ കവി സമറൈസ് ചെയ്യുകയാണ്. മനുഷ്യരാശിയുടെ എൻജോയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആസ്വാദനങ്ങൾ ചെറുതാണെന്ന് അദ്ദേഹത്തിന് മുമ്പ് അറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവ നമ്മളെക്കാൾ നേരത്തെ മരിക്കുന്നു, അതായത് ഡൈ സൂണർ ദാൻ വി എന്ന് കവി മനസ്സിലാക്കി. അപ്പോൾ ദേ മസ്റ്റ് ബി ഫുള്ളി അപ്രീഷിയേറ്റഡ് വൈൽ ദേ എക്സിസ്റ്റ് എന്നാണ് കവി പറയുന്നത്. അവ നിലനിൽക്കുമ്പോൾ തന്നെ അവയെ പൂർണ്ണമായി നമ്മൾ വിലമതിക്കണം. ഇനി നമുക്കിതിൻ്റെ തീംസ് ഡിസ്കസ് ചെയ്യാം. ടൈം ആൻഡ് ചേഞ്ച്. അപ്പം the speaker returned to the field after 12 years, highlighting the passage of time and the inevitable changes it brings. അപ്പം 12 വർഷത്തിന് ശേഷം കവി വീണ്ടും വയലിലേക്ക് എത്തുന്നത് പാസേജ് ഓഫ് ടൈമും അതുപോലെ അനിവാര്യമായ മാറ്റങ്ങളെയും എടുത്തു കാണിക്കുന്നു. അതുപോലെ ദ ഫെല്ലിംഗ് ഓഫ് ദ പോപ്പുലർ സിംബിളൈസസ് ദ ഡിക്ലൈൻ ഓഫ് നേച്ചർ ആൻഡ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ബ്യൂട്ടി ആൻഡ് പ്ലഷർ. അപ്പോൾ പോപ്പുലറുകളുടെ വെട്ടിമാറ്റൽ പ്രകൃതിയുടെ തകർച്ചയും അതുപോലെ സൗന്ദര്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ക്ഷണികമായ സ്വഭാവത്തെയും പ്രതീകപ്പെടുത്തുന്നു. അടുത്ത മോർട്ടാലിറ്റി, അതായത് ദ പോം പ്രോംസ് റിഫ്ലക്ഷൻ ഓൺ ദ സ്പീക്കേഴ്സ് ഓൺ മോർട്ടാലിറ്റി ആസ് എ ലോസ് ഓഫ് ദ ഫീൽഡ് ആൻഡ് ദ ട്രീ സജസ്റ്റ് ദ ഇവൻച്വൽ എൻഡ് ഓഫ് ലൈഫ്. അപ്പോൾ വയലിൻ്റെയും മരങ്ങളുടെയും നഷ്ടം ജീവിതത്തിൻ്റെ അന്തിമാവസാനത്തെ സൂചിപ്പിക്കുന്നതിനാൽ കവിക്ക് തൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ കവിത പ്രേരിപ്പിക്കുന്നു. നേച്ചർ വേസ് ഹ്യൂമാനിറ്റി. ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദ പോപ്പുലർ ഫീൽഡ് raises questions about humanity's impact on the natural world and the laws of beauty and harmony. അപ്പോൾ പോപ്പുലർ വയലിൻ്റെ നാശം പ്രകൃതിയിൽ മനുഷ്യരാശിയുടെ സ്വാധീനത്തെക്കുറിച്ചും സൗന്ദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നഷ്ടത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഫ്ലീറ്റിംഗ് പ്ലഷർ. അപ്പം ദ സ്പീക്കർ മോൺസ് ദ ലോസ് ഓഫ് ദ ജോയ് ആൻഡ് സൊലേസ് ഹി വൺസ് ഫൗണ്ട് ഇൻ ദ പോപ്പുലർ ഫീൽഡ്, എംഫസൈസിങ് ദ എഫിമറൽ നേച്ചർ ഓഫ് പ്ലഷർ ആൻഡ് ദ ലൈഫ്സ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഒരിക്കൽ പോപ്പുലർ വയലിൽ കണ്ടെത്തിയ സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും നഷ്ടത്തിൽ കവി വിലപിക്കുന്നുണ്ട്. അതുപോലെ ആനന്ദത്തിൻ്റെയും ജീവിതാനുഭവങ്ങളുടെയും ക്ഷണികമായ സ്വഭാവം ഇവിടെ ഊന്നി പറയുന്നുണ്ട് ഈ കവിതയിൽ. നൊസ്റ്റാൾജിയ ആൻഡ് ലോസ്. ദ പോം ഇവോക്സ് നൊസ്റ്റാൾജിയ ഫോർ ദ പാസ്റ്റ് ആൻഡ് ലെമൻസ് ദ ലോസ് ഓഫ് എ ചെറിഷ്ഡ് പ്ലേസ് ആൻഡ് ദ പ്ലഷേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോൾ കവിത ഭൂതകാലത്തോടുള്ള ഗ്രഹാതുരത്വ ബോധം ഉണർത്തുകയും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ആനന്ദങ്ങളെക്കുറിച്ചും ഇവിടെ കവി വിലപിക്കുകയും ചെയ്യുന്നു. So I hope you are clear with this explanation, and if you feel this class useful, please share with your friends too. Thank you. Have a nice day.